Good morning students. Today we are talking about Kerala State Cooperative Housing Federation or HouseFed. The HouseFed was registered on 23rd April 1970 and started its functioning on 24th September 1970. It is an apex society of primary housing societies in Kerala. Its headquarters is located at Cochin. The area of operation of the federation is the entire state of Kerala. The liability of members is limited to the share capital paid by them. It is organized with the objective of providing long-term loans to member societies and to undertake manufacture of building materials for carry-on trade in them for the benefit of the members. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രൈമറി ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ കുറിച്ച് പറഞ്ഞു അല്ലേ. സെമി അർബൻ അല്ലെങ്കിൽ റൂറൽ ഏരിയയിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള പ്രൈമറി തലത്തിൽ വർക്ക് ചെയ്യുന്ന ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസാണ് പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രൈമറി ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ എന്ന് പറയുന്നത്, ഓൾസോ നോൺ ആസ് HouseFed. ഇത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് 1970 23rd ഏപ്രിലാണ്. അതിൻ്റെ ഫങ്ഷനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് സെപ്റ്റംബർ 1970 സെപ്റ്റംബർ 24th. അതുപോലെ തന്നെ അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സിറ്റുവേറ്റ് ചെയ്യുന്നത് കൊച്ചിയിലാണ്. ആൻഡ് ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ട് തന്നെ കേരളത്തിലുള്ള എല്ലാ പ്രൈമറി അഗ്രികൾച്ചറൽ സൊസൈറ്റീസിൻ്റെയും അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. സോ ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഈസ് കൺഫൈൻഡ് ടു ദി എൻറ്റയർ സ്റ്റേറ്റ് ഓഫ് കേരള. അതുപോലെ തന്നെ ലയബിലിറ്റി ഓഫ് ദി മെമ്പേഴ്സ് ഈസ് ലിമിറ്റഡ് ടു ദി ഷെയർ ക്യാപിറ്റൽ പെയ്ഡ് ബൈ ദം. അപ്പോൾ ഷെയർസ് എത്രയാണ് ഹെൽഡ് ചെയ്യുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റിയും ലിമിറ്റഡ് ആയിരിക്കും. ഇറ്റ് ഈസ് ഓർഗനൈസ്ഡ് വിത്ത് ദി ഒബ്ജക്റ്റീവ് ഓഫ് പ്രൊവൈഡിങ് long-term loans to member societies and to undertake manufacture of building materials. അപ്പോൾ നമ്മൾ പറഞ്ഞു പ്രൈമറി ഹൗസിംഗ് സൊസൈറ്റീസിൻ്റെ ബേസിക് പർപ്പസ് എന്ന് പറയുന്നത് മെമ്പേഴ്സിന് ബിൽഡിംഗ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട്, അതായത് വീട് കൺസ്ട്രക്ട് ചെയ്യാനോ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ഹൗസിനെ റിനോവേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പുതിയ വീട് പർച്ചേസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് അല്ലെങ്കിൽ ലോങ് ടൈം ലോൺസ് പ്രൊവൈഡ് ചെയ്യാന്നുള്ളതാണ് ബേസിക്കലി പ്രൈമറി ഹൗസിംഗ് സൊസൈറ്റിയുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിലുള്ള ഹൗസിംഗ് സൊസൈറ്റീസിനെ അസിസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന ലോങ് ടൈം ലോൺസ് പ്രൊവൈഡ് ചെയ്യാന്നുള്ളതാണ് HouseFedൻ്റെ പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സൊസൈറ്റിയിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് പ്രൈമറി ഹൗസിംഗ് കോപ്പറേറ്റീവ്സും സ്റ്റേറ്റ് ഗവൺമെൻറ്റും. മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗിവൺ ടു പ്രൈമറി ഹൗസിംഗ് കോപ്പറേറ്റീവ്സ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്. ആൻഡ് ദി ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ ഓഫ് ദി ഫെഡറേഷൻ ഇസ് ₹50 crores made up of 50 lakh shares of ₹100 each. ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 50 crores ആണ്. നമ്പർ ഓഫ് ഷെയർസ് 50 lakh shares of ₹100 each ആണ്. അതുപോലെ തന്നെ ഈ ഫെഡറേഷൻ അവരുടെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് മൊബിലൈസ് ചെയ്യുന്നത് ഇറ്റ് ബോറോസ് ഫ്രം LIC, HUDCO ആൻഡ് NHB, നാഷണൽ ഹൗസിംഗ് ബോർഡ്, HUDCO, അതുപോലെ LIC ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ നിന്നൊക്കെയാണ് ഇവർ ഫണ്ട് മൊബിലൈസ് ചെയ്യുന്നത്. ആൻഡ് ദി മാനേജ്മെൻറ്റ് ഓഫ് ദി അഫയേഴ്സ് ഓഫ് ദി ഫെഡറേഷൻ വെസ്റ്റഡ് ഇൻ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് കൺസിസ്റ്റിംഗ് ഓഫ് 22 മെമ്പേഴ്സ്. ഈ 22 മെമ്പേഴ്സിൽ ഒരു പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും ഈ പറയുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ നിന്നും ഇലക്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടും ഇതിൻ്റെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെസ്റ്റഡ് വിത്ത് ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ആൻഡ് ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലുള്ള ഈ ബോർഡ് മെമ്പേഴ്സ് എല്ലാവരും കൂടി കളക്റ്റീവ്ലി അവരൊരു പ്രസിഡൻറ്റിനെയും വൈസ് പ്രസിഡൻറ്റിനെയും ഈ പറയുന്ന 22 മെമ്പേഴ്സിൻ്റെ ഇടയിൽ നിന്ന് സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പം പ്രധാനമായിട്ടും HouseFedൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടു റൈസ് ഫണ്ട്സ് ആൻഡ് ഗ്രാൻഡ് ലോൺസ് ടു ഓൾ ടൈപ്സ് ഓഫ് അഫിലിയേറ്റഡ് ഹൗസിംഗ് സൊസൈറ്റീസ് ഇൻ ദി സ്റ്റേറ്റ്സ്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ്റെ മെയിനായിട്ടുള്ള ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത് കേരളത്തിലുള്ള എല്ലാ ഹൗസിംഗ് സൊസൈറ്റീസിനും ആവശ്യമായിട്ടുള്ള ലോൺസ് പ്രൊവൈഡ് ചെയ്യുക, അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് റേസ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഫങ്ഷൻ. ആൻഡ് ഇവർ HUDCO അതുപോലെ തന്നെ LIC, NHB ഇതിൽ നിന്നൊക്കെ ഫണ്ട് മൊബിലൈസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. മേജർ പോർഷൻ ഓഫ് ബോറോയിങ് എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് ഹൗസിംഗ് കോർപ്പറേഷൻ ഫെഡറേഷൻ പ്രധാനമായിട്ടും ബോറോ ചെയ്യുന്നത് LICയിൽ നിന്നാണ്. LICയിൽ നിന്ന് കൂടാതെ HUDCO, NHB നമ്മൾ ഓൾറെഡി പറഞ്ഞു, അതുപോലെ HDFCയിൽ നിന്നും അതുപോലെയുള്ള ഫിനാൻഷ്യൽ ഏജൻസീസിൽ നിന്നൊക്കെയാണ് അവരവരുടെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് കണ്ടെത്തുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും
കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പല ഫിനാൻഷ്യൽ ഏജൻസീസിൻ്റെ കയ്യിൽ നിന്നും ഫണ്ട് റേസ് ചെയ്യുക, എന്നിട്ട് കേരളത്തിലുള്ള എല്ലാ പ്രൈമറി ഹൗസിംഗ് സൊസൈറ്റീസിനും ആവശ്യമായിട്ടുള്ള ലോൺസ് ഗ്രാൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു അപ്പെക്സ് സൊസൈറ്റിയാണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ. And the loans are arranged to primary housing societies for construction and purchase of new houses. അപ്പോൾ ഈ ലോൺസ് എല്ലാം ഹൗസിംഗ് സൊസൈറ്റീസിൻ്റെ ബേസിക് പർപ്പസ് എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ ഓഫ് ഹൗസസ് ഓർ പർച്ചേസ് ഓഫ് ന്യൂ ഹൗസസ്. അതിന് വേണ്ടിയിട്ടുള്ള ലോൺസ് ആണ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. ആൻഡ് ലോൺ ആപ്ലിക്കേഷൻസ് ആർ സബ്മിറ്റഡ് ടു ദി റീജിയണൽ ഓഫീസ് ഓഫ് ഫെഡറേഷൻ വിത്ത് നെസസറി ഡോക്യുമെൻറ്റ്സ്. ഹൗസ് ഫെഡിൻ്റെ റീജിയണൽ ഓഫീസിൽ ആവശ്യമായിട്ടുള്ള സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സോട് കൂടിയിട്ടാണ് ലോൺ ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യേണ്ടത്. And the loan sanctioned in 3 installments of 30%, 40% and 30%. അപ്പോൾ 3 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് ലോൺ സാധാരണയായിട്ട് സാങ്ഷൻ ചെയ്യുന്നത്. ആദ്യ ഘടു 30%, രണ്ടാമത്തെ ഘട്ടമായിട്ട് 40% ടോട്ടൽ ലോൺ എമൗണ്ടിൻ്റെ, ആൻഡ് ഫൈനൽ ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറയുന്നത് 30%. ഇങ്ങനെയാണ് ലോണ് സാങ്ഷൻ ചെയ്യുന്നത്. And the federation provided ₹1 lakh as loan and ₹25,000 as subsidiary to primary housing societies for the purpose of construction of office building. അപ്പോൾ പ്രൈമറി ഹൗസിംഗ് സൊസൈറ്റീസിന് അവരുടെ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട്, അതായത് ഓഫീസ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള ബിൽഡിംഗ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ലോണായിട്ട് ₹1,00,000 സബ്സിഡി ആയിട്ട് 25,000 ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദി ഫെഡറേഷൻ ഓൾസോ സാങ്ഷൻ ₹5,000 ആസ് ഫർണിച്ചർ സബ്സിഡി ഫോർ എ പീരീഡ് ഓഫ് 5 years. 5 വർഷത്തെ ഒരു കാലാവധിയിലേക്ക് ഫർണിച്ചർ സബ്സിഡി ആയിട്ട് 5,000 ഇവർ എല്ലാ പ്രൈമറി ഹൗസിംഗ് സൊസൈറ്റീസിനും സാങ്ഷൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ദി ഫെഡറേഷൻ സാങ്ഷൻ സം ഓഫ് ₹10,000 or 50% ഓഫ് ദി എസ്റ്റാബ്ലിഷ്മെൻറ്റ് കോസ്റ്റ് വിച്ച് എവർ ഈസ് ലെസ് ടു പ്രൈമറീസ്. അതുപോലെ തന്നെ ₹10,000 അല്ലെങ്കിൽ ടോട്ടൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് കോസ്റ്റിൻ്റെ 50% ഇവർ എല്ലാ പ്രൈമറി സൊസൈറ്റീസിനും സാങ്ഷൻ ചെയ്യുന്നുണ്ട്. ഫർദർ എ സം ഓഫ് ₹1,000 ഈസ് ഗിവൺ ആസ് എൻ ഇൻസെൻറ്റീവ് പ്രൈസ് ടു ദി ബെസ്റ്റ് വർക്കിംഗ് സൊസൈറ്റീസ് അറ്റ് എ ഡിസ്ട്രിക്ട് ലെവൽ ആൻഡ് അറ്റ് എ സ്റ്റേറ്റ് ലെവൽ എവറി ഇയർ. So these are the various functions of house fed. Then what are the advantages of housing cooperatives? Mainly there are 2 advantages. Firstly, through the housing cooperatives, the beneficiaries can make a substantial savings in cost through group action. അപ്പോൾ ബെനഫിഷ്യറീസിന് ഒരു ഗ്രൂപ്പ് ആക്ഷനാണ് ഇവിടെ പെർഫോം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് കോസ്റ്റിൽ ഒരു വലിയ ഭാഗം അല്ലെങ്കിൽ ഒരു വലിയൊരു സേവിങ്സ് നടത്താനായിട്ട് സാധിക്കും. അതെങ്ങനെയാണ് സാധ്യമാവുന്നതെന്ന് വെച്ചാൽ, ആർക്കിടെക്ചർ ആൻഡ് പ്ലാനിങ് ക്യാൻ ബി ഡൺ ഓൺ എ ലാർജ് സ്കെയിൽ. ഈ തരത്തിൽ ഹൗസിംഗ് കോപ്പറേറ്റീവ്സ് വഴി നമ്മൾ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷനൊക്കെ നടത്തുമ്പം പ്ലാനിങ് കോസ്റ്റും അതുപോലെ തന്നെ ആർക്കിടെക്ചർ കോസ്റ്റും ഒക്കെ ഒരു പരിധി വരെ എന്ത് ചെയ്യാൻ പറ്റും, റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ബിൽഡിംഗ് മെറ്റീരിയൽ ക്യാൻ ബി ഒബ്റ്റെയിൻ അറ്റ് എക്കണോമിക്കൽ റേറ്റ്സ് വെൻ പർച്ചേസ്ഡ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ്. അപ്പോൾ ഒരുമിച്ചാണ് പർച്ചേസ് ചെയ്യുക. ഈ ഒരു പർട്ടിക്കുലർ സൊസൈറ്റിയുടെ അണ്ടറിലുള്ള മെമ്പേഴ്സിന് വേണ്ടിയിട്ട് പലപ്പോഴും ഒരുമിച്ചായിരിക്കും പർച്ചേസ് നടത്തുക. അപ്പം ബിൽഡിംഗ് മെറ്റീരിയൽസ് നമുക്ക് എക്കണോമിക്കൽ റേറ്റിൽ ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മാൻ ആൻഡ് എക്യുപ്മെൻറ്റ് ക്യാൻ ബി ഫുള്ളി യൂട്ടിലൈസ്ഡ്. നമ്മൾ ലേബേഴ്സിനെയും അതുപോലെ തന്നെ അതിൽ യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സും ഒക്കെ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ദ പ്രോഫിറ്റ് ഓഫ് മിഡിൽമെൻ ഓർ സ്പെക്കുലേറ്റേഴ്സ് ക്യാൻ ബി എലിമിനേറ്റഡ്. ഇതിനിടയിൽ വരുന്ന ഇടനിലക്കാർക്കുള്ള പ്രോഫിറ്റ്സ്, അതായത് ബ്രോക്കേഴ്സ്, കോൺട്രാക്ടേഴ്സ്, ഇങ്ങനെ ഇവർക്കൊക്കെയുള്ള പ്രോഫിറ്റ് നമുക്കൊരു പരിധിവരെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ബെനഫിഷ്യറീസിന് ഒരു വലിയ പങ്ക്, ഒരു വലിയ ഭാഗം കോസ്റ്റ് സേവിങ്സ് നടത്താനായിട്ട് സാധിക്കും. അടുത്തതായി, ദ പ്ലാനിങ്, ഡിസൈനിങ് ആൻഡ് കൺസ്ട്രക്ഷൻ ഓഫ് ഹൗസസ് അക്കോർഡിംഗ് ടു approved standards and on community rather than individual basis would facilitate more efficiency and satisfactory community surroundings and help in training people in cooperative ways of living. അപ്പം ഈ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ കീഴിൽ, ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കീഴിൽ ബിൽഡപ്പ് ചെയ്യുന്ന ഹൗസസൊക്കെ ഒരു കോളനി പോലെയോ അല്ലെങ്കിൽ ഒരു അത്തരത്തിൽ ഒരു റെസിഡൻഷ്യൽ കോളനി പോലെയൊക്കെ ആയിരിക്കും ഫോം ചെയ്യുന്നത്. അപ്പോൾ അത് അവരുടേതായിട്ടുള്ള ഈ മെമ്പേഴ്സിൻ്റേതായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് അവിടെ ഫോം ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു കമ്മ്യൂണിറ്റി ബിൽഡപ്പിന് സാധ്യമാണ്.
അപ്പോൾ ചുറ്റും നിൽക്കുന്ന ആളുകൾക്കിടയിൽ ഒരു കോപ്പറേറ്റീവ് വേസ് ഓഫ് ലിവിങ്, അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി, ബെറ്റർ ആയിട്ടുള്ള ഒരു ലിവിങ് കമ്മ്യൂണിറ്റിയൊക്കെ നമുക്ക് അഷ്വർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഹൗസിംഗ് കോപ്പറേറ്റീവ്സിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്.